ഹലോ വിവാൻ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് TOCയിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് കൺവേർഷൻ ഓഫ് NFA ടു DFA, നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റയെ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങളത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് അതൊരു DFA ആണോ NFA ആണോ എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് വെച്ചാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റ്സ് Q0, Q1, Q2, Q3 4 സ്റ്റേറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് Q0, ഫൈനൽ സ്റ്റേറ്റ്സ് Q2, Q3 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് ഡിനോട്ട് ചെയ്യാൻ നമ്മളൊരു ആരോ കൊടുക്കും, ഫൈനൽ സ്റ്റേറ്റിന് ഡിനോട്ട് ചെയ്യാൻ നമ്മൾ 2 സർക്കിൾ കൊടുക്കും. ഓക്കെ, ഇതൊക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ Q0ക്ക് എയുടെ ട്രാൻസിഷൻസ് നോക്കൂ. Q0യിൽ നിന്ന് എ അക്സെപ്റ്റ് ചെയ്ത് Q1ലേക്കും പിന്നെ Q0യിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്ത് Q0യിലേക്ക് തന്നെ. അപ്പോൾ എയുടെ തന്നെ 2 ട്രാൻസിഷൻ വരുന്നുണ്ട് Q0യിൽ. അതേപോലെ തന്നെ Q2 നോക്കിക്കഴിഞ്ഞാൽ Q2ൽ നിന്ന് ബിയുടെ ട്രാൻസിഷൻ Q3യിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ Q2ൻ്റെ എയുടെ ട്രാൻസിഷൻ കാണിച്ചിട്ടുണ്ടോ? ഇവിടെ ഇല്ല. അപ്പോൾ അത് നമ്മൾ 5 ആയിട്ട് എടുക്കും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഈ കൊടുത്തേക്കുന്നത് ഒരു NFA ആണ്. DFA ആയിരുന്നെങ്കിൽ നമുക്ക് ഓരോ സ്റ്റേറ്റ്സിനും Q0, Q1, Q2, Q3 അതൊക്കെയാണ് സ്റ്റേറ്റ്സ്. ഓരോ സ്റ്റേറ്റിനും ഓരോ സിമ്പിൾസ്, ഇൻപുട്ട് സിമ്പിൾസ്. ഇവിടെ ഇപ്പോൾ നമ്മളുടെ സിഗ്മ എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് A B ആണ്. അപ്പോൾ നമ്മളുടെ ഓരോ സ്റ്റേറ്റ്സ് Q0, Q1, Q2, Q3ക്കും എയുടെയും ബിയുടെയും ഒരു സിംഗിൾ ട്രാൻസിഷൻ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് DFA ആണ്. ഇവിടെ ഇപ്പോൾ സിംഗിൾ ട്രാൻസിഷൻ ആണോ? അല്ല. മാത്രമല്ല എല്ലാ ട്രാൻസിഷൻസും ഓരോ സ്റ്റേറ്റിലെ എല്ലാ ട്രാൻസിഷൻസും കാണിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അത് NFA ആണ്. സോ ഇവിടെ നമുക്ക് ഒരു NFA കൊടുത്തിട്ടുണ്ട്. നമ്മളതിന് ഇനി DFAയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതാ നോക്കൂ, ഡെൽറ്റ ഡാഷ് ഓഫ് Q0, A. അപ്പോൾ നമ്മളിവിടെ ഡെൽറ്റ ഡാഷ് ഡിനോട്ട് ചെയ്യുന്നത് DFAയുടെ ട്രാൻസിഷനാണ് കേട്ടോ. ഡെൽറ്റ ഡിനോട്ട് ചെയ്യുന്നത് കറസ്പോണ്ടിങ് NFAയുടെ ട്രാൻസിഷനും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡെൽറ്റ ഡാഷ് ഓഫ് Q0, A ഈക്വൽ ടു ഡെൽറ്റ ഓഫ് Q0, A ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഓഫ് Q0, A എന്താണെന്ന് നമ്മൾ ഈ ഡയഗ്രാമിൽ നോക്കി പറയും. Q0 A അക്സെപ്റ്റ് ചെയ്ത് എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്? Q0 A അക്സെപ്റ്റ് ചെയ്ത് Q0യിലേക്ക് തന്നെയും പിന്നെ Q1ലേക്കും പോകുന്നുണ്ട്. അപ്പം Q0 യൂണിയൻ Q1 ദാറ്റ് ഈസ് കമ്പൈൻ ചെയ്ത് Q0, Q1 എന്ന് ഇതാ. അപ്പോൾ Q0, Q1 എന്ന് പറയുന്നത് ഒരു ന്യൂ സ്റ്റേറ്റ് അല്ലേ? യെസ്, ഇറ്റ്സ് എ ന്യൂ സ്റ്റേറ്റ്. അപ്പോൾ നമ്മളിനി NFAനെ DFAയിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ വി ഗോട്ട് എ ന്യൂ സ്റ്റേറ്റ് Q0, Q1. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ Q0യുടെ എയുടെ ട്രാൻസിഷൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് Q0യുടെ ബിയുടെ ട്രാൻസിഷൻ. Q0യുടെ ബിയുടെ ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ ഡെൽറ്റ ഡാഷ് ഓഫ് Q0, B ഈക്വൽ ടു ഡെൽറ്റ ഓഫ് Q0, B ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഓഫ് Q0, B എന്താണ്? ഡെൽറ്റ ഓഫ് Q0, B Q0 itself. So that is a whole state. Okay, so that's an whole state. ഇനി നെക്സ്റ്റ് അപ്പോൾ നമ്മളിപ്പോൾ Q0യുടെ 2 ട്രാൻസിഷനും കഴിഞ്ഞു, എയും ബിയും. ഇനി നെക്സ്റ്റ് വി ഗോട്ട് എ ന്യൂ സ്റ്റേറ്റ്. നമ്മളിപ്പം Q0, A എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ ഒരു ന്യൂ സ്റ്റേറ്റ് കിട്ടുമല്ലോ, Q0, Q1. അപ്പോൾ ഇനി നെക്സ്റ്റ് അതിൻ്റെ ട്രാൻസിഷൻ കണ്ടുപിടിക്കണം. ഡെൽറ്റ ഡാഷ് ഓഫ് Q0, Q1, A ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഓഫ് Q0, Q1, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഈ Q0, Q1, A നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഡെൽറ്റ ഓഫ് Q0, A യൂണിയൻ ഡെൽറ്റ ഓഫ് Q1, A എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഓഫ് Q0, A നമ്മൾ ഓൾറെഡി ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തു. എന്താണ്? Q0, Q1. ആൻഡ് ഡെൽറ്റ ഓഫ് Q1, A എന്ന് പറയുന്നത് എന്താണ്? Q1 A അക്സെപ്റ്റ് ചെയ്ത് എങ്ങോട്ടാണ് പോകുന്നത്? Q2. സോ Q2. സോ ഇതിനെ മൂന്നും കമ്പൈൻ ചെയ്ത് Q0, Q1, Q2. ദെയർ അഗെയിൻ വി ഗോട്ട് എ ന്യൂ സ്റ്റേറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മളപ്പം ഡെൽറ്റ Q0, Q1ൻ്റെ എയുടെ ട്രാൻസിഷൻ കണ്ടുപിടിച്ചു. ഇനി അതിൻ്റെ ബിയുടെ ട്രാൻസിഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, ഡെൽറ്റ ഡാഷ് ഓഫ് Q0, Q1, B. അപ്പോൾ ഡെൽറ്റ ഡാഷ് ഓഫ് Q0, Q1, Bയെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഡെൽറ്റ ഓഫ് Q0, B യൂണിയൻ ഡെൽറ്റ ഓഫ് Q1, B ദാറ്റ് ഈസ് ഡെൽറ്റ ഓഫ് Q0, B എന്താണ്? ഡെൽറ്റ ഓഫ് Q0, B എന്ന് പറയുന്നത് Q0 തന്നെയാണ്. സോ ഡെൽറ്റ ഓഫ് Q0, B Q0. ദെൻ നെക്സ്റ്റ് യൂണിയൻ ഡെൽറ്റ ഓഫ് Q1, B. ഡെൽറ്റ ഓഫ് Q1, B എന്ന് പറയുന്നത് എന്താ? Q1, B Q1 itself.
So that is what delta of Q1, comma B is equal to Q1. So അത് രണ്ടും കമ്പൈൻ ചെയ്ത് Q0 Q1. Q0 Q1 എന്ന് പറയുന്ന ന്യൂ സ്റ്റേറ്റ് ആണോ ഓൾഡ് സ്റ്റേറ്റ് ആണോ? It is an old state. Q0 Q1, it's an old state. Okay, we already took the transition. അപ്പോൾ ഇപ്പോൾ Q0 Q1ൻ്റെയും Q0യുടെയും ട്രാൻസിഷൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് Q0 Q1 Q2, A എന്ന് പറയുന്ന നമുക്കൊരു സ്റ്റേറ്റ് കിട്ടിയായിരുന്നല്ലോ. അതാ ഇവിടെ Q0 Q1 Q2 എന്ന് പറയുന്ന ഒരു ന്യൂ സ്റ്റേറ്റ് നമുക്കുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ട്രാൻസിഷനാണ് അടുത്ത ചെയ്യാൻ പോകുന്നത്. സോ ഡെൽറ്റ ഓഫ് Q0 Q1 Q2, A നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഡെൽറ്റ ഓഫ് Q0, A യൂണിയൻ ഡെൽറ്റ Q1, A യൂണിയൻ ഡെൽറ്റ Q2, A. ഡെൽറ്റ Q0, Aയുടെ ട്രാൻസിഷൻ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു Q0 Q1. ദെൻ ഡെൽറ്റ Q1, Aയുടെ നമ്മൾ ഓൾറെഡി ഡെൽറ്റ Q1, Aയുടെ ട്രാൻസിഷൻ എന്ന് പറയുന്നത് എന്താണ്? Q2. അപ്പോൾ അതാണ് ഡെൽറ്റ Q1, A is equal to Q2. And next delta Q2, A എന്താണെന്ന് നോക്കാം. ഡെൽറ്റ Q2, A എന്ന് പറയുന്ന ഒരു ട്രാൻസിഷൻ നമുക്കിവിടെ ഉണ്ടോ? ഇല്ല. സോ ഞാൻ ആദ്യമേ പറഞ്ഞു എന്താണത്? 5 ആയിട്ട് എടുക്കണം. സോ ഡെൽറ്റ Q2, A എന്ന് പറയുന്നത് 5. സോ ഇത് ഇത്രയും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? Q0 Q1 Q2. ഇറ്റ് ഇസ് എ ഓൾഡ് സ്റ്റേറ്റ്. ഇനി നെക്സ്റ്റ് ഇപ്പോൾ ഇതിൻ്റെ Q0 Q1 Q2ൻ്റെ A ട്രാൻസിഷൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് B ട്രാൻസിഷൻ. അതും ഇതേ കണക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ട് Q0, B എന്ന് പറയുന്ന Q0, Q1, B എന്ന് പറയുന്ന Q1, Q2, B എന്ന് പറയുന്ന Q3. അപ്പോൾ അത് അത്രയും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ Q0 Q1 Q2 അതെന്ന് പറയുന്നത് എന്താണ്? ഒരു ന്യൂ സ്റ്റേറ്റ്. ഇനി നെക്സ്റ്റ് Q0 Q1 Q2 Q3യുടെ A B ട്രാൻസിഷൻ കണ്ടുപിടിക്കണം. അപ്പം ഡെൽറ്റ ഡാഷ് ഓഫ് Q0 Q1 Q3, A എന്ന് പറയുന്നത് ഡെൽറ്റ ഓഫ് Q0, A യൂണിയൻ ഡെൽറ്റ ഓഫ് Q1, A യൂണിയൻ ഡെൽറ്റ Q3, A. അപ്പോൾ Q0, A നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. Q0 Q1, A കണ്ടുപിടിച്ചിട്ടുണ്ട്. Q2, Q3, A എന്ന് പറയുന്നത് Q2. അപ്പം ഇതെന്ന് പറയുന്നത് കമ്പൈൻ ചെയ്യുമ്പോൾ Q0 Q1 Q2 ഇപ്പോൾ Q2 2 ടൈംസ് വന്നാൽ Q2 സ്ക്വയർ എന്നൊന്നും എഴുതരുത്. ഇറ്റ്സ് ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് Q2. ഓക്കെ, അതേപോലെ ഇനി നെക്സ്റ്റ് Q0 Q1 Q2ൻ്റെ Q3യുടെ A ട്രാൻസിഷൻ കഴിഞ്ഞ് ഇനി B ട്രാൻസിഷൻ ഇതേപോലെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് Q0 Q1 Q2 എന്ന് കിട്ടും. സോ ഇറ്റ്സ് എൻ ഓൾഡ് സ്റ്റേറ്റ്. സോ നമ്മളിപ്പോൾ എല്ലാ സ്റ്റേറ്റിൻ്റെയും ട്രാൻസിഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? വാട്ട് വാസ് ആ ക്വസ്റ്റ്യൻ? കൺവേർഷൻ ഓഫ് NFA ടു DFA. അപ്പോൾ നമ്മളിനി ട്രാൻസിഷൻസ് കണ്ടുപിടിച്ചു. ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് DFA വരയ്ക്കണം. അപ്പം നമ്മളുടെ ഇവിടുത്തെ DFA ഏതാണ്? ഇതാണ് നമ്മളുടെ DFA. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ഇനിഷ്യൽ സ്റ്റേറ്റ് ഏതാണ്? Q0. ഫൈനൽ സ്റ്റേറ്റ്സ് ഏതാണ്? Q2 Q3. അപ്പോൾ നമ്മളിനി DFA ആണ് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ NFAയിലെ ഇനിഷ്യൽ സ്റ്റേറ്റ് എന്താണോ അത് തന്നെയായിരിക്കും നമ്മളുടെ DFAയിലെ ഇനിഷ്യൽ സ്റ്റേറ്റ്, അതായത് Q0 തന്നെ ആയിരിക്കും. അതേപോലെ ഇവിടുത്തെ ഫൈനൽ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഏതാണ്? Q2 Q3. ഇതാണ് നമ്മളുടെ ഫൈനൽ സ്റ്റേറ്റ്. അപ്പോൾ നമ്മളുടെ DFAയിലെ ഏതൊക്കെ സ്റ്റേറ്റ്സിൽ Q2 Q3 വരുന്നുണ്ടോ ആ സ്റ്റേറ്റ്സ് ഒക്കെ DFAയിലെ ഫൈനൽ സ്റ്റേറ്റ്സ് ആയിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് സീ. അപ്പോൾ ഇവിടെ ഇനിഷ്യൽ സ്റ്റേറ്റ് ഏതാണ്? ഇനിഷ്യൽ സ്റ്റേറ്റ് ഓഫ് NFA ഇസ് സെയിം ആസ് ദാറ്റ് ഓഫ് DFA. ഓക്കെ, അപ്പം NFAയിലെ ഇനിഷ്യൽ സ്റ്റേറ്റ് ഏതാണോ അത് തന്നെയാണ് DFAയിലെ ഇനിഷ്യൽ സ്റ്റേറ്റ്. സോ Q0 ഇനിഷ്യൽ സ്റ്റേറ്റ്. And what was our first transition? Sorry. Q0 A accept ചെയ്ത് എന്താണ് നമുക്ക് കിട്ടിയത്? Q0 A ട്രാൻസിഷൻ എന്തായിരുന്നു? Q0 Q1. സോ ആദ്യമേ നമ്മൾ അത് വരയ്ക്കാം. Q0 A accept ചെയ്ത് Q0 Q1 സ്റ്റേറ്റിലെത്തി. ഇനി നെക്സ്റ്റ് ട്രാൻസിഷൻ Q0 B accept ചെയ്ത് അവിടെ തന്നെയാണ് Q0യിൽ തന്നെയാണ്. സോ നെക്സ്റ്റ് Q0 B എന്ന് പറയുന്നത് നമുക്ക് അവിടെ എന്താ? സെൽഫ് ലൂപ്പ് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ട്രാൻസിഷൻ Q0 Q1, A. Q0 Q1 A accept ചെയ്ത് എന്താ കിട്ടിയത്? Q0 Q1 Q2 എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്. സോ Q0 Q1ൽ നിന്ന് A accept ചെയ്ത് Q0 Q1 Q2 എന്ന് പറയുന്നൊരു സ്റ്റേറ്റിലെത്തി. ഇനി നെക്സ്റ്റ് Q0 Q1 B accept ചെയ്ത് എന്താ? Q0 Q1ൽ തന്നെ. അപ്പോൾ അവിടെ സെൽഫ് ലൂപ്പ് കൊടുത്തു. ഇനി നെക്സ്റ്റ് Q0 Q1 Q2 A accept ചെയ്ത് Q0 Q1 Q2ൽ തന്നെ. അപ്പോൾ അവിടെയും സെൽഫ് ലൂപ്പ് കൊടുത്തു. ദെൻ Q0 Q1 Q2 B accept ചെയ്ത് Q0 Q1 Q3 എന്ന് പറയുന്ന ഒരു ന്യൂ സ്റ്റേറ്റിലേക്ക് പോയി. അപ്പോൾ അത് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് Q0 Q1 Q3യുടെ A.
അതെന്താണ് Q0 Q1 Q2ലേക്ക് തന്നെയാണ്. അപ്പോൾ അതാ ഇങ്ങോട്ടേക്ക് കാണിച്ചു. ഇനി Q0 Q1 Q3യുടെ ബി എന്ന് പറയുന്നതും Q0 Q1 Q2 തന്നെയാണ്, അതും അങ്ങോട്ടേക്ക് തന്നെ കാണിച്ചു. സോ നമ്മളുടെ DFA നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഇനി ഫൈനൽ സ്റ്റേറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളുടെ NFAയിലെ ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് Q2 Q3 ആയിരുന്നു. അപ്പോൾ DFAയിൽ ഏതൊക്കെ സ്റ്റേറ്റ്സിൽ Q2 Q3 വരുന്നുണ്ടോ, ഏതൊക്കെ സ്റ്റേറ്റ്സിൽ Q2 Q3 വരുന്നുണ്ടോ അതെല്ലാം ഇവിടുത്തെയും DFAയിലെയും ഫൈനൽ സ്റ്റേറ്റ് ആയിരിക്കും. അപ്പം ഇവിടെയും Q2ഉം Q3യും വരുന്നില്ലേ, സോ അത് രണ്ടും നമ്മൾ ഫൈനൽ സ്റ്റേറ്റ്സ് ആക്കി DFAയിൽ. സോ ഇങ്ങനെയാണ് നമ്മൾ NFA DFAയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനും കൺവേർട്ട് NFA ടു DFA. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമുക്കൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ക്വസ്റ്റ്യനിൽ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിൾ വെച്ചിട്ട് നമ്മൾ ഒരു NFA ആദ്യം കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ ട്രാൻസിഷൻസ് എഴുതിയിട്ട് പിന്നെ നമ്മൾ DFA കൺസ്ട്രക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ നമുക്കിപ്പം ടേബിളിൽ ഇനിഷ്യൽ സ്റ്റേറ്റ് Q0 ആണ്, ഫൈനൽ സ്റ്റേറ്റ് Q2 ആണ്, പിന്നെ അതിൻ്റെ ഓരോന്നിൻ്റെയും ട്രാൻസിഷൻസും തന്നിട്ടുണ്ട്. അപ്പം NFA വരയ്ക്കുമ്പോഴത്തേക്കും സിംഗിൾ സ്റ്റേറ്റ്സ് ആയിരിക്കും നമ്മളെപ്പോഴും Q0 Q1 Q2 അങ്ങനെ. ഈ കമ്പൈൻഡ് സ്റ്റേറ്റ്സ് Q0 Q1 അങ്ങനെ, അല്ലെങ്കിൽ Q0 Q1 Q2 Q3 എന്നൊക്കെ വരുന്നത് DFAയിലായിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്? Q0 Q1 Q2 3 സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പം നമ്മൾ ആദ്യമേ NFA കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് 3 സർക്കിൾസ് കൊടുക്കുക, 3 സ്റ്റേറ്റ്സ് വരയ്ക്കുക. അപ്പോൾ ഇതാണ് ഇനിഷ്യൽ സ്റ്റേറ്റ് Q0 Q1 Q2 ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് എടുത്തു. ഫൈനൽ സ്റ്റേറ്റ് ഓക്കെ. അപ്പോൾ നമ്മൾ 3 സ്റ്റേറ്റ്സ് വരച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി ട്രാൻസിഷൻസ് ഫില്ല് ചെയ്യുക. Q0 എന്ന് പറയുന്നത് A അക്സെപ്റ്റ് ചെയ്ത്, A ഇൻപുട്ട് സിമ്പിൾ അക്സെപ്റ്റ് ചെയ്ത് എവിടേക്കാണ് പോകുന്നത്? Q0 Q1ലേക്ക് പോകുന്നുണ്ട്. അപ്പം A അക്സെപ്റ്റ് ചെയ്ത് Q1ലേക്കും പോകുന്നുണ്ട്, A അക്സെപ്റ്റ് ചെയ്ത് Q0ലേക്ക് തന്നെ. അപ്പോൾ ഒരു സെൽഫ് ലൂപ്പ്. ഓക്കെ, ഇനി നെക്സ്റ്റ് Q1ൻ്റെ ട്രാൻസിഷൻ A അക്സെപ്റ്റ് ചെയ്ത് Q0ലേക്ക്, Q1 A അക്സെപ്റ്റ് ചെയ്ത് Q0. അപ്പം ആ ട്രാൻസിഷൻ അവിടെ കാണിച്ചു. ഇനി നെക്സ്റ്റ് Q1 B അക്സെപ്റ്റ് ചെയ്ത് Q1ലേക്ക് തന്നെ. അപ്പം B അവിടെ സെൽഫ് ലൂപ്പ് കൊടുക്കാം. ഇനി നെക്സ്റ്റ് Q2 A അക്സെപ്റ്റ് ചെയ്ത് 5 ആണ് ട്രാൻസിഷൻ. അപ്പോൾ അവിടെ ട്രാൻസിഷൻ Q2ന് A ട്രാൻസിഷൻ ഇല്ല. ഇനി നെക്സ്റ്റ് Q2 B അക്സെപ്റ്റ് ചെയ്ത് Q0 Q1. അപ്പോൾ ആ ട്രാൻസിഷൻ തന്നെ ഇങ്ങനെ കാണിച്ചു. ഇതാണ് നമ്മളുടെ സോറി അപ്പോൾ Q2 B അക്സെപ്റ്റ് ചെയ്ത് Q0 Q1ലേക്കും ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ടും ഒരു ട്രാൻസിഷൻ. അപ്പോൾ ഇതാണ് നമ്മളുടെ NFA. ഈ ടേബിളിൽ നിന്ന് നമ്മൾ NFA കൺസ്ട്രക്ട് ചെയ്തു. അതാണ് ഈ വരച്ചേക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ട്രാൻസിഷൻസ് എഴുതണം. അപ്പോൾ ഫസ്റ്റ് ട്രാൻസിഷൻ എന്തായിരിക്കും? ഡെൽറ്റ ഡാഷ് ഓഫ് Q0, A അതെന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഓഫ് Q0, A ദാറ്റ് ഈസ് ഈക്വൽ ടു Q0, A ട്രാൻസിഷൻസ് എങ്ങോട്ടൊക്കെ ഉണ്ട്? Q1ലേക്കും Q0ലേക്കും. അപ്പോൾ Q0 Q1. സോ വി ഗോട്ട് എ ന്യൂ സ്റ്റേറ്റ് Q0 Q1. നെക്സ്റ്റ് ഡെൽറ്റ ഡാഷ് ഓഫ് Q0, B ചെയ്യുമ്പോൾ Q2 കിട്ടി. ദാറ്റ് ഈസ് ഓൾസോ ന്യൂ സ്റ്റേറ്റ്. Q2 വാസ് എ ഓൾ സ്റ്റേറ്റ് വിത്ത് റെസ്പെക്ട് ടു NFA, ബട്ട് വിത്ത് റെസ്പെക്ട് ടു DFA നമ്മളിനി DFA ആണ് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. വിത്ത് റെസ്പെക്ട് ടു DFA Q2 ഇസ് എ ന്യൂ സ്റ്റേറ്റ്. ഓക്കെ, സോ അത് ഒരു ന്യൂ സ്റ്റേറ്റ് ആയിട്ട് എടുക്കണം. അങ്ങനെ നമ്മൾ അപ്പോൾ Q0യുടെ എയും ബിയും ട്രാൻസിഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ Q0 Q1ൻ്റെ എയും ബിയും ട്രാൻസിഷൻ കണ്ടുപിടിക്കുക. പിന്നെ അതേപോലെ Q2ൻ്റെ എയും ബിയും ട്രാൻസിഷൻ കണ്ടുപിടിക്കുക. Q0 Q1ൻ്റെ A ട്രാൻസിഷൻ Q0 Q1 ആണ്. Q0 Q1ൻ്റെ B ട്രാൻസിഷൻ Q2 Q1 ആണ്. അപ്പോൾ അവിടെയും നമുക്കൊരു ന്യൂ സ്റ്റേറ്റ് കിട്ടി. അപ്പോൾ അതിൻ്റെയും Q2 Q1ൻ്റെയും A B ട്രാൻസിഷൻ ചെയ്യുക. അപ്പോൾ എല്ലാം കഴിയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഫുൾ ട്രാൻസിഷൻസും കണ്ടുപിടിക്കും. അപ്പോൾ ട്രാൻസിഷൻസ് കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ Q2ൻ്റെ A ട്രാൻസിഷൻ ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും. 5 എന്ന് പറയുന്നതും എന്താണ്? ഒരു ന്യൂ സ്റ്റേറ്റ് ആണ്. അപ്പോൾ DFA കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ 5യുടെ ട്രാൻസിഷനും നോക്കണം. NFA ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 5യുടെ ട്രാൻസിഷൻ നോക്കണ്ട. അപ്പോൾ ഇവിടെ നമ്മൾ 5യുടെയും ട്രാൻസിഷൻസ് എഴുതുക. 5യുടെ A B ട്രാൻസിഷൻസ് എന്ത് തന്നെയായിരിക്കും? 5 തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ട്രാൻസിഷൻസ് എല്ലാം കിട്ടി. ഇനി നമുക്ക് നേരെ DFA കൺസ്ട്രക്ട് ചെയ്യാം. എങ്ങനെയാണ് DFA? ഞാൻ പറഞ്ഞു, ഇനീഷ്യൽ സ്റ്റേറ്റ് ഓഫ് NFA എന്താണോ അത് തന്നെയായിരിക്കും DFAയിലെ ഇനീഷ്യൽ സ്റ്റേറ്റ്. ആൻഡ് NFAയിലെ ഫൈനൽ സ്റ്റേറ്റ് എന്തായിരുന്നോ ആ ഇപ്പം ഇവിടുത്തെ ഫൈനൽ സ്റ്റേറ്റ് ഏതാണ്?
Q2 ആണ് ഫൈനൽ സ്റ്റേറ്റ്. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ട്രാൻസിഷൻസിൽ Q2 ഏതൊക്കെ സ്റ്റേറ്റ്സിൽ വരുന്നുണ്ടോ ആ സ്റ്റേറ്റ്സ് ഒക്കെ നമ്മൾ DFAയിലെ ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് എടുക്കും. സോ നമ്മളിവിടെ ഇനീഷ്യൽ സ്റ്റേറ്റ് Q0, അവിടുന്ന് Q0 ട്രാൻസിഷൻ ചെയ്ത് Q0 Q1 വരും. Q0യുടെ B ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ Q2. അതേപോലെ നെക്സ്റ്റ് Q0 Q1ൻ്റെ ട്രാൻസിഷൻ Q0 Q1 തന്നെ സെൽഫ് ലൂപ്പ് കൊടുത്തു. B ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ Q1 Q2. ഇനി Q2ൻ്റെ ട്രാൻസിഷൻ എന്താണ് 5. അപ്പം അവിടെ എയുടെ ട്രാൻസിഷൻ ഇല്ല. ബിയുടെ ട്രാൻസിഷൻ എന്താണ് Q0 Q1. അപ്പോൾ Q0 Q1ലേക്ക് കൊടുത്തു. ഇനി നെക്സ്റ്റ് Q1 Q2ൻ്റെ ട്രാൻസിഷൻ എന്താണ് Q0. അപ്പം Q1 Q2ൻ്റെ ട്രാൻസിഷൻ എന്താ Q0ലേക്ക് കൊടുത്തു. Q1 Q2ൻ്റെ B ട്രാൻസിഷൻ എന്താണ് Q0 Q1. അപ്പോൾ അതാ B ട്രാൻസിഷൻ Q0 Q1ലേക്ക് കൊടുത്തു. ഇനി നെക്സ്റ്റ് 5യുടെ ട്രാൻസിഷൻ എന്താണ് 5 തന്നെ. 5യുടെ B ട്രാൻസിഷൻ എന്താ 5 തന്നെ. അപ്പം നമ്മളിതാ DFA കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു. NFA DFAയിലേക്ക് ആക്കി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കൺവേർഷൻ ഓഫ് NFA വിത്ത് എപ്സിലോൺ ട്രാൻസിഷൻ ടു NFA വിത്തൗട്ട് എപ്സിലോൺ ട്രാൻസിഷൻ. അപ്പോൾ NFA വിത്ത് എപ്സിലോൺ ട്രാൻസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ NFA വിത്ത് എപ്സിലോൺ ട്രാൻസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തൗട്ട് അക്സെപ്റ്റിംഗ് എനി ഇൻപുട്ട് സിമ്പിൾസ് ട്രാൻസിഷൻസ് ഒക്കെ അറിയുന്നതിനെയാണ് നമ്മൾ വിത്ത് എപ്സിലോൺ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ. Q0 അക്സെപ്റ്റ് ചെയ്ത് Q0 എപ്സിലോൺ അതായത് ഒരു ഇൻപുട്ട് സിമ്പിളും അക്സെപ്റ്റ് ചെയ്യാതെ Q1ലേക്ക്, വീണ്ടും ഒരു ഇൻപുട്ട് സിമ്പിൾ അക്സെപ്റ്റ് ചെയ്യാതെ Q2. അപ്പോൾ ഇവിടെ ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് Q0യും ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് Q2. അപ്പോൾ ഇതാണ് നമ്മളുടെ NFA വിത്ത് എപ്സിലോൺ ട്രാൻസിഷൻ. നമ്മൾ ഇതിനെ ഇനി കൺവേർട്ട് ചെയ്ത് NFA വിത്തൗട്ട് എപ്സിലോൺ ട്രാൻസിഷൻ എങ്ങനെ ആക്കുന്നതെന്ന് നോക്കാം. അതിന് നമ്മൾ ആദ്യമേ ചെയ്യാനുള്ളത് we should find out epsilon closure of Q0 Q1 Q2 കണ്ടുപിടിക്കുക. See, epsilon closure of Q0 equal to epsilon closure of Q0 equal to എന്താണ് epsilon closure of Q0 എന്താണ് Q0 Q1 Q2 Q0 Q1 Q2 അതാണ് നമ്മൾ എപ്സിലോൺ ക്ലോഷർ ഓഫ് Q0ന്ന് എപ്സിലോൺ അക്സെപ്റ്റ് ചെയ്ത് എങ്ങോട്ടൊക്കെ പോകും Q0യിലേക്കും പിന്നെ Q1ലേക്കും Q2ലേക്കും. സോ വി ഷോഡ് ദാറ്റ് ട്രാൻസിഷൻ ഇസ് ഓവർ. ഇനി നെക്സ്റ്റ് എപ്സിലോൺ ക്ലോഷർ ഓഫ് Q1 എന്താണ് Q1 Q2 ഒരു ഇൻപുട്ട് സിമ്പിൾ അക്സെപ്റ്റ് ചെയ്യാതെ Q1ലേക്കും Q2ലേക്കും പോകാമല്ലോ Q1ൽ നിന്ന്. ഇനി നെക്സ്റ്റ് എപ്സിലോൺ ക്ലോഷർ ഓഫ് Q2 എന്താണ് Q2. ഓക്കെ, സോ ഈ 3 ട്രാൻസിഷൻസ് ആദ്യം എഴുതുക. ദെൻ ഇവിടെ നമ്മൾ എന്ത് കൺവേർഷനാണ് ചെയ്യുന്നത് കൺവേർഷൻ ഓഫ് NFA വിത്ത് എപ്സിലോൺ ട്രാൻസിഷൻ ടു NFA വിത്തൗട്ട് എപ്സിലോൺ ട്രാൻസിഷൻ. സോ the initial state of NFA without epsilon transition എന്ന് പറയുന്നത് എന്താണ് എപ്സിലോൺ ക്ലോഷർ ഓഫ് Q0 കിട്ടിയത് എന്താണ് Q0 Q1 Q2. അതായിരിക്കും നമ്മളുടെ ഇവിടുത്തെ ഇനിഷ്യൽ സ്റ്റേറ്റ് NFA വിത്തൗട്ട് എപ്സിലോൺ ട്രാൻസിഷൻ. സോ അതാണ് നമ്മളിവിടെ കാണിച്ചേക്കുന്നത്. ഡെൽറ്റ ഡാഷ് ഓഫ് Q0 Q1 Q2 A ഈക്വൽ ടു എപ്സിലോൺ ക്ലോഷർ ഓഫ് ഡെൽറ്റ ഓഫ് Q0 Q1 Q2 A. ഇനി അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതാം. എപ്സിലോൺ ക്ലോഷർ ഓഫ് ഡെൽറ്റ ഓഫ് Q0 A യൂണിയൻ ഡെൽറ്റ ഓഫ് Q1 A യൂണിയൻ ഡെൽറ്റ ഓഫ് Q2 A. ആൻഡ് ദെൻ അതിൻ്റെ ഓരോന്നിൻ്റെയും ട്രാൻസിഷൻസ് നോക്കാം. ഡെൽറ്റ ഓഫ് Q0 A എന്താണ് ഡെൽറ്റ ഓഫ് അപ്പം ഡെൽറ്റ ഓഫ് Q0 A എന്ന് പറയുന്ന Q0. ഇനി നെക്സ്റ്റ് Q1 Aയും Q2 Aയും. ഡെൽറ്റ ഓഫ് Q1 A എന്താണ് ഡെൽറ്റ ഓഫ് Q1 A ട്രാൻസിഷൻ ഉണ്ടോ ഇല്ല. സോ ഇറ്റ് ഇസ് 5. നെക്സ്റ്റ് ഡെൽറ്റ ഓഫ് Q2 A എന്താണ് അതിൻ്റെയും ട്രാൻസിഷൻ ഇല്ല. സോ ഇറ്റ് ഇസ് ഓൾസോ 5. C5. സോ എപ്സിലോൺ ക്ലോഷർ ഓഫ് Q0 എന്ന് കിട്ടി. ദാറ്റ് ഈസ് എപ്സിലോൺ ക്ലോഷർ ഓഫ് Q0 എന്താണ് Q0 Q1 Q2. സോ വി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ദാറ്റ്.
ഇപ്പോൾ ഫസ്റ്റ് ട്രാൻസിഷൻ കഴിഞ്ഞു. ഇനി അതിൻ്റെ ബി ട്രാൻസിഷൻ കണ്ടുപിടിക്കുക. Q0 Q1 Q2ൻ്റെ ഡെൽറ്റ ഡാഷ് ഓഫ് Q0 Q1 Q2, B എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? എപ്സിലോൺ ക്ലോഷർ ഓഫ് ഡെൽറ്റ ഓഫ് Q0 Q1 Q2, B. അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എപ്സിലോൺ ക്ലോഷർ ഓഫ് ഡെൽറ്റ ഓഫ് Q0, B യൂണിയൻ Q1, B യൂണിയൻ ഡെൽറ്റ ഓഫ് Q2, B. ആൻഡ് എപ്സിലോൺ ക്ലോഷർ ഓഫ് Q0, B. Q0യുടെ ബി ട്രാൻസിഷൻ എന്താണ്? ഒന്നുമില്ല. സോ ഇറ്റ് ഇസ് 5. Q1, B എന്ന് പറയുന്നത് Q1, Q2, B എന്ന് പറയുന്നത് 5. സോ എപ്സിലോൺ ക്ലോഷർ ഓഫ് Q1 എന്ന് കിട്ടി. എപ്സിലോൺ ക്ലോഷർ ഓഫ് Q1 നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചു. എപ്സിലോൺ ക്ലോഷർ ഓഫ് Q1 എന്ന് പറയുന്നത് എന്തായിരുന്നു? Q1 Q2. So we substituted that here. So that is again a new state. We got a new state. Next, delta dash of Q1 Q2 Q0 Q1 Q2, C. നമുക്കിവിടെ ഇൻപുട്ട് സിമ്പിൾസ് എന്ന് പറയുന്നത് എ ബി സി ആണ്. അപ്പം ഓരോന്നിൻ്റെ എ ബി സിയുടെയും ട്രാൻസിഷൻസും കണ്ടുപിടിക്കണം, ഓരോ സ്റ്റേറ്റിൻ്റെയും. സോ നെക്സ്റ്റ് ഫൈനൽ ഡെൽറ്റ ഡാഷ് ഓഫ് Q0 Q1 Q2, C. So we can write it as epsilon closure of delta of Q0 Q1 Q2, C. We can split it as epsilon closure of delta of Q0, C, delta of Q1, C, delta of Q2, C, which is equal to epsilon closure of Q0, C യുടെ ട്രാൻസിഷൻ എന്താണ്? 5. Q2, C യുടെ ട്രാൻസിഷൻ എന്താണ്? 5. Q1, C യുടെ ട്രാൻസിഷൻ 5. Q2, C യുടെ ട്രാൻസിഷൻ എന്ന് പറയുന്നത് Q2. So we get epsilon closure of Q2. Initially we found out what was epsilon closure of Q2 itself. So we got that, which is again a new state. And next we have to find out the transition of A, B, C transition of Q1 Q2. Then we have to find out the A, B, C transition of Q2. So delta dash of Q1 Q2, A ചെയ്തപ്പോൾ we got 5, which is again a new state. Then അതിൻ്റെ B transition ചെയ്തപ്പോൾ Q1 Q2 കിട്ടി, which is a old state. Like that we have to find out all the transitions. So we found out all the transitions, and here I told you in the previous question, that is if it was DFA നമ്മൾ 5യുടെ ട്രാൻസിഷൻ കാണിക്കണം, ബട്ട് ഫോർ NFA നമ്മൾ 5യുടെ ട്രാൻസിഷൻ കാണിക്കേണ്ട ആവശ്യമില്ല. So we don't want to show the transition of 5 here. So again we will have to construct the table. ഇവിടെ നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് NFA വിത്ത് എപ്സിലോൺ ട്രാൻസിഷൻ NFA വിത്തൗട്ട് എപ്സിലോൺ ട്രാൻസിഷനിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. സോ ഇനി നമ്മൾ ട്രാൻസിഷൻ കണ്ടുപിടിച്ചു, ഇനി അതിൻ്റെ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇനിഷ്യൽ സ്റ്റേറ്റ് എന്തായിരുന്നു? Q0 Q1 Q2, അതാണ് നമ്മളുടെ ഇനിഷ്യൽ സ്റ്റേറ്റ്. Okay, and the input symbols were A, B, C. And which is the final state here? Final state എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ ഫൈനൽ സ്റ്റേറ്റ് എന്താണ്? NFA വിത്ത് എപ്സിലോൺ ട്രാൻസിഷനിലെ ഫൈനൽ സ്റ്റേറ്റ് എന്തായിരുന്നു? Q2. അപ്പം NFA വിത്തൗട്ട് എപ്സിലോൺ ട്രാൻസിഷൻ്റെ ഫൈനൽ സ്റ്റേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? Q2 ഏതൊക്കെ സ്റ്റേറ്റിൽ വരുന്നുണ്ടോ ആ സ്റ്റേറ്റ്സ് ഒക്കെ NFA വിത്തൗട്ട് എപ്സിലോൺ ട്രാൻസിഷനിലെയും ഫൈനൽ സ്റ്റേറ്റ് ആയിരിക്കും. സോ ഹിയർ നമുക്ക് ഏതൊക്കെ സ്റ്റേറ്റ്സ് ഉണ്ട്? മൊത്തത്തിൽ 3 സ്റ്റേറ്റ്സ് ആണ് നമുക്കിവിടെ ഉള്ളത്. Q0 Q1 Q2, Q1 Q2 Q2. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാം Q2 വരുന്നുണ്ട്. സോ എല്ലാ സ്റ്റേറ്റ്സും എന്താണ്? ഫൈനൽ സ്റ്റേറ്റ്സ് ആണ്. സോ നമ്മൾ സ്റ്റാർ ഇട്ട് റെപ്രസെൻറ്റ് ചെയ്തു. ആൻഡ് ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് Q0 Q1 Q2. അപ്പോൾ അവിടുത്തെ A, B, C ട്രാൻസിഷൻസ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ഫില്ല് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വി ഹാവ് ടു ഡ്രോ ദി ഡയഗ്രാം. ദാറ്റ് ഈസ് ഇനിഷ്യൽ സ്റ്റേറ്റ് ഏതാണ്? Q0 Q1 Q2. ഇപ്പോൾ ഈ നമ്മുടെ 3 സ്റ്റേറ്റും എന്താണ്? ഫൈനൽ സ്റ്റേറ്റ് ആണ്. സോ ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് കാണിച്ചു. ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് Q0 Q1 Q2. Q0 Q1 Q2ൻ്റെ A ട്രാൻസിഷൻ എന്ന് പറയുന്നത് Q0 Q1 Q2 തന്നെയാണ്. സോ വി ഷോഡ് ഇറ്റ് ബൈ എ സെൽഫ് ലൂപ്പ്. Q0 Q1 Q2ൻ്റെ B ട്രാൻസിഷൻ Q1 Q2. Q1 Q2 B അക്സെപ്റ്റ് ചെയ്ത് Q1 Q2ൽ തന്നെ സെൽഫ് ലൂപ്പ്. Q1 Q2 C അക്സെപ്റ്റ് ചെയ്ത് Q2ലേക്ക്, Q2 C അക്സെപ്റ്റ് ചെയ്ത് Q2 തന്നെ. ഓക്കെ, ആൻഡ് ദെൻ Q0 Q1 Q2ൻ്റെ C ട്രാൻസിഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? Q2. ഓക്കെ, സോ ദാറ്റ്സ് വാട്ട്
ഇവിടെ കാണിച്ചേക്കുന്നത് Q0 Q1 Q2ൻ്റെ C ട്രാൻസിഷൻ Q2ലേക്ക്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വി കൺവേർട്ട് an NFA with epsilon transition to NFA without epsilon transition. Okay. Next question. Convert NFA with epsilon transition to NFA without epsilon transition. Okay. So we have a diagram is given. So what was our first step? Epsilon closure of Q0 Q1 Q2 കണ്ടുപിടിക്കുക. എപ്സിലോൺ ക്ലോഷർ ഓഫ് Q0 എന്ന് പറയുന്നത് Q0 Q1 Q2, Q1 എന്ന് പറയുന്നത് Q1 Q2, Q2 എന്ന് പറയുന്നത് Q2. അപ്പോൾ നമ്മൾ മൂന്ന് ട്രാൻസിഷൻസ് കണ്ടുപിടിച്ചു. ആൻഡ് ആ ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? Q0 Q1 Q2. സോ ഡെൽറ്റ ഡാഷ് ഓഫ് Q0 Q1 Q2 ഇവിടുത്തെ ഇൻപുട്ട് സിമ്പിൾസ് ഏതൊക്കെയാണ്? 0 1. അപ്പോൾ 0ൻ്റെ 1ൻ്റെ ട്രാൻസിഷൻ കണ്ടുപിടിക്കുക ഓരോ സ്റ്റേറ്റിൻ്റെയും. So here first delta dash of Q0 Q1 Q2 0 equal to epsilon closure of delta of Q0 Q1 Q0 Q1 Q2 0. That is, we can split it as delta epsilon closure of delta of Q0 0 union delta of Q1 0 union delta of Q2 0. So delta of Q0 0 എന്താണ്? Q0 itself. Q0 delta of Q1 0 എന്താണ്? There is no transition, so phi. Delta of Q2 0 എന്താണ്? Q2. So we can combine it as delta of epsilon closure of Q0 Q2. That is, we can split it as epsilon closure of Q0 union epsilon closure of Q2. What is epsilon closure of Q0? Q0 Q1 Q2. Q0 Q1 Q2. Epsilon closure of Q2 എന്താണ്? Q2. So combine it as Q0 Q1 Q2. So is Q0 Q1 Q2 a new state or old state? It is an old state. We already took it. Okay. Again, next we have to find the transition, one transition of Q0 Q1 Q2. So likewise we found the transition of Q0 Q1 Q2 1. What we got is Q1 Q2, which is a new state. Again we have to find the 0 and 1 transition of Q1 Q2. There again we get a new state Q2. So we have to find the 0 and 1 transition of Q2 also. There we get again a new state, that is phi. But being NFA, we don't have to take the transition or find the transition of phi. DFA ആയിരുന്നെങ്കിൽ മാത്രം നമുക്ക് ഫൈയുടെ ട്രാൻസിഷൻ കണ്ടുപിടിച്ചാൽ മതി. NFA ആയതുകൊണ്ട് നമുക്ക് ഫൈയുടെ ട്രാൻസിഷൻ എടുക്കണ്ട. സോ നമ്മൾ എല്ലാ ട്രാൻസിഷൻസും കണ്ടുപിടിച്ചതിന് ശേഷം what we have to do? We have to construct the table. So here നമ്മളുടെ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? Q0 Q1 Q2 Q1 Q2 Q2. അപ്പോൾ ഇവിടെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് Q0 Q1 Q2 ആണ്. ഫൈനൽ സ്റ്റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യനിൽ, അതായത് NFA വിത്ത് എപ്സിലോൺ ട്രാൻസിഷനിൽ ഫൈനൽ സ്റ്റേറ്റ് ഏതാണ്? Q2. അപ്പോൾ NFA വിത്തൗട്ട് എപ്സിലോൺ ട്രാൻസിഷനിലെ ഫൈനൽ സ്റ്റേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഏതൊക്കെ ട്രാൻസിഷനിൽ Q2 വരുന്നുണ്ടോ അതെല്ലാം നമ്മൾ NFA വിത്തൗട്ട് എപ്സിലോൺ ട്രാൻസിഷനിലെ ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് എടുക്കും. സോ ഇവിടെ എല്ലാ ട്രാൻസിഷൻസിൻ്റെ അകത്തും Q2 വരുന്നുണ്ട്. സോ എല്ലാം നമ്മൾ എന്താക്കിയെടുത്തു? ഫൈനൽ സ്റ്റേറ്റ് ആക്കി എടുത്തു, സ്റ്റാർ ഇട്ടു. ഓക്കെ, and then we have to show the 0 and 1 transitions. നമ്മളിപ്പോൾ ട്രാൻസിഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് വെച്ചിട്ട് നമ്മൾ ടേബിൾ ഫിൽ ചെയ്തു. ആൻഡ് നെക്സ്റ്റ് വി ഹാവ് ടു ഡ്രോ NFA വിത്തൗട്ട് എപ്സിലോൺ ട്രാൻസിഷൻ. ദാറ്റ് ഈസ് ആ ഇനീഷ്യൽ സ്റ്റേറ്റ് അതാണ് Q0 Q1 Q2. 0 അക്സെപ്റ്റ് ചെയ്ത് എങ്ങോട്ടാണ് വന്നത്? Q0 Q1 Q2 തന്നെ. സോ സെൽഫ് ലൂപ്പ്. നെക്സ്റ്റ് 1 അക്സെപ്റ്റ് ചെയ്ത് എങ്ങോട്ടാണ് വന്നത്? Q1 Q2. സോ ടു നെക്സ്റ്റ് സ്റ്റേറ്റ്. ദെൻ Q1 Q2 0 അക്സെപ്റ്റ് ചെയ്ത് എങ്ങോട്ടാണ് വന്നത്? Q2ലേക്ക്. Q1 Q2 1 അക്സെപ്റ്റ് ചെയ്ത് എങ്ങോട്ടാണ് വന്നത്? Q1 Q2 തന്നെ. സോ സെൽഫ് ലൂപ്പ്. ദെൻ Q2 0 അക്സെപ്റ്റ് ചെയ്ത് എങ്ങോട്ടാണ്? Q2ലേക്ക് തന്നെ 0. ദെൻ Q2 1 അക്സെപ്റ്റ് ചെയ്ത് എങ്ങോട്ടാണ്? 5. സോ ഇറ്റ് ഡസ് നോട്ട് ഹാവ് 1 ട്രാൻസിഷൻ. So we constructed NFA without epsilon transition. I hope all understood this lecture. Thank you.